അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. CPM നേതാക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നും തന്റെ കാല് കാറിൽ കുടുങ്ങിയപ്പോൾ വെട്ടിമാറ്റിത്തരാമെന്ന മകനേക്കാൾ പ്രായം കുറവുള്ള CPM പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയെന്നും കലാരാജു പ്രതികരിച്ചു. ഡോറിന്റെ ഇടയിൽ തിങ്ങി പോയിട്ട് ഞാൻ തുറന്നു വിടാൻ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു പയ്യൻ എന്റെ മോനേക്കാളിലൊക്കെ ചെറിയൊരു പയ്യനാണ് എന്നോടത് പറഞ്ഞത്. എന്നാൽ കലാരാജുവിന്റെ ആരോപണം CPM നേതൃത്വം തള്ളി. ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് വ്യക്തമാക്കി. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്ന് FIR-ൽ പറയുന്നു. കടത്തിക്കൊണ്ടുപോകുന്നതിന് മുൻപ് വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ചുവെന്നും FIR-ൽ പറയുന്നുണ്ട്. സംഭവത്തിൽ CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ്, നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, കൗൺസിലർ സുമ വിശ്വംഭരൻ, CPM ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് എന്നിവർക്കും കണ്ടാലറിയാവുന്ന 45 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും ആരെയും ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന ആരോപണം ശക്തമായതോടെ എറണാകുളം റൂറൽ SP റിപ്പോർട്ട് തേടി. മൂവാറ്റുപുഴ DYSPക്കെതിരെ അടക്കം അന്വേഷണത്തിന് ASPയെയും സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയെയും ചുമതലപ്പെടുത്തി. അത് ഇതുവരെ എനിക്ക് റിട്ടൺ പരാതിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ വെർബൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓൾറെഡി ഞാൻ അഡീഷണൽ SP-നെ പറഞ്ഞിരുന്നു ഒരു വിശദമായി ഈ കാര്യങ്ങൾ അന്വേഷിച്ച് എന്നോട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. പാരലായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉടൻ തന്നെ എന്നോട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. റിപ്പോർട്ടിൽ വീഴ്ച ആണെങ്കിൽ തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് മേലെ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ വേണ്ടി. തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിനിടെ നടന്ന നാടകീയ രംഗങ്ങളിൽ LDF UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കൂടുതൽ കേസെടുത്തു. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിന് അനൂപ് ജേക്കബ് MLA അടക്കം പ്രതി ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനാണ് LDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.